ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷാസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പച്ചച്ചക്ക കൊണ്ട് നല്ല ടേസ്റ്റിയും വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്സാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മൾ ഈ സ്നാക്സ് കുറച്ച് സ്പൈസി ആയിട്ടും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, കുറച്ച് സ്വീറ്റായിട്ടും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ പച്ച ചക്ക കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 20 പച്ച ചക്കച്ചുളയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി ഈ ചക്കച്ചുളയിൽ നിന്നും അതിൻ്റെ ചവിണിയും കുരുവൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് എടുക്കുക. കുരുവൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം ഈ ചക്കച്ചുള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അരച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പം ഞാൻ ഈ ചക്കച്ചുളയെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിത് മുഴുവനായിട്ടും ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ചക്ക നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക. ചക്ക അരച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കരുത് കേട്ടോ. ഇതുപോലെ നല്ല തിക്കായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ടൊരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും 1 ടേബിൾ സ്പൂൺ നെയ്യും 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിതിൽ ചേർത്ത് കൊടുത്ത നെയ്യും ജീരകവും ഉപ്പും ഈ പൊടിയിൽ നല്ല രീതിയിൽ തന്നെ മിക്സ് ആവണം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാവ് എടുത്തിട്ട് കൈകൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുമ്പോൾ മാവിങ്ങനെ കട്ടയായിട്ട് കിട്ടണം. ഈ ഒരു രീതിയിലാവുന്നത് വരെ ഈ മാവ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരച്ച് വെച്ച ചക്കയുടെ പേസ്റ്റാണ്. ചക്കയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നിച്ച് ചേർത്ത് കൊടുക്കാതെ കുറേശ്ശെയായി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മളിനി ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ചക്കയുടെ പേസ്റ്റ് മാത്രം വെച്ച് കൊടുത്തിട്ടാണ് ഈ മാവ് കുഴച്ചെടുക്കുന്നത്. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന അത്ര നനവ് വേണ്ട, ഒരല്പം കുറച്ചിട്ട് വേണം കേട്ടോ നനച്ചെടുക്കാനായിട്ട്. നിങ്ങൾ അരച്ചെടുത്ത ചക്കയുടെ പേസ്റ്റ് കൂടി പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അല്ലാതെ ചക്കയുടെ പേസ്റ്റ് ഒന്നും കളയരുത് കേട്ടോ. ഇപ്പം ഞാനിവിടെ നമ്മൾ അരച്ചെടുത്ത ചക്കയുടെ പേസ്റ്റ് മുഴുവനായിട്ടും ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഈ മാവ് ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. 10 മിനിറ്റിന് ശേഷം നമുക്കിത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് പരത്തിയെടുക്കാവുന്നതാണ്. ഞാൻ ഈ മാവ് പരത്തിയെടുക്കാനായിട്ട് 2 പോർഷനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദപ്പൊടി തൂവി കൊടുത്തിട്ട് ഒരു ചപ്പാത്തി കോൽ വെച്ചിട്ട് ഈ മാവൊന്ന് പരത്തിയെടുക്കുക. പരത്തിയെടുക്കുമ്പോൾ വളരെ തിന്നായിട്ട് പരത്തിയെടുക്കാതെ കുറച്ച് കട്ടിയിലൊന്ന് പരത്തിയെടുക്കുക. ഏകദേശം ഒരു 3 ചപ്പാത്തിയുടെ കനത്തിൽ പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു കനത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ പരത്തിയെടുത്ത് കഴിഞ്ഞാൽ ഇനി ഈ മാവ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഞാനിതിപ്പോൾ ഇതുപോലത്തെ ഒരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു ഹാഫ് മൂണിൻ്റെ അതുപോലെ ഒരു കാഷ്യൂ നട്ട്സിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലായിട്ട് കിട്ടും. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനും വളരെ എളുപ്പമാണ്. അതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കാണാനും നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾക്കിത് എങ്ങനെയാണോ കട്ട് ചെയ്തെടുക്കാൻ ഇഷ്ടമുള്ളത് വെച്ചാൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്കിത് കത്തി വെച്ചിട്ട് സ്ക്വയർ ഷേപ്പിലോ ഡയമണ്ട് ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ഈ ഒരു രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പം ഞാൻ ഈ മാവ് മുഴുവനും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് മൈദപ്പൊടി ഇതുപോലെ തൂവി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇത് മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തത് കുറേശ്ശെയായി ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക.
നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇളക്കി കൊടുക്കാൻ പാടില്ല. ഒരു 2 മിനിറ്റ് എണ്ണയിൽ കിടന്നിട്ട് ചെറിയ രീതിയിലൊന്ന് വെന്ത് കിട്ടണം. ചെറിയ രീതിയിലൊന്ന് വെന്ത് കിട്ടിയതിന് ശേഷം ഇത് മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഷേപ്പ് മാറിപ്പോവുള്ളൂ. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ചെറിയ രീതിയിലൊന്ന് ഇളക്കി തിരിച്ചിട്ട് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റോളം നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു കളറിലായിട്ട് കിട്ടും. ഈ ഒരു കളറിലാവുമ്പോൾ ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. നമ്മളിത് ചൂടുള്ള എണ്ണയിൽ നിന്നും എടുക്കുന്ന സമയത്ത് ചെറിയൊരു സോഫ്റ്റ്നെസ് ആയിരിക്കും. അത് നിങ്ങൾ കാര്യമാക്കണ്ട. ഇത് തണുത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ ഇത് ഈ ഒരു കളർ വരുമ്പോൾ വേണം നമ്മളിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാനായിട്ട്. ഇതുപോലെ ബാക്കിയുള്ളത് മുഴുവനും ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഈ ഒരു രീതിയിൽ നമ്മളിതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒരല്പം പോലും എണ്ണ കുടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളതെന്ന്. ഇനി നിങ്ങൾക്കിത് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഷുഗർ പേഷ്യൻസിനൊക്കെ ഇങ്ങനെ കഴിക്കുന്നതാണ് നല്ലത്. കണ്ടോ, ഒട്ടും എണ്ണ കുടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇതിരിക്കുന്നത്. ഇതിൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എത്രത്തോളം ക്രിസ്പിയാണെന്ന്. ഇതുപോലെ ക്രിസ്പി ആയാൽ മാത്രമേ മാസങ്ങളോളം ഇതിൻ്റെ ക്രിസ്പിനെസ് ഒന്നും നഷ്ടപ്പെടാതെ ഇരിക്കുള്ളൂ. ഇനി നിങ്ങൾക്കിത് കുറച്ച് സ്പൈസി ആയിട്ടാണ് കഴിക്കാൻ ഇഷ്ടമുള്ളത് വെച്ചാൽ കുറച്ച് വെളുത്തുള്ളി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് തൊലിയോട് കൂടിയിട്ട് ചതച്ചെടുക്കുക. എന്നിട്ട് ഈ വെളുത്തുള്ളി നമ്മൾ സ്നാക്സ് ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. വെളുത്തുള്ളി ഫ്രൈ ആയി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇത് രണ്ടും ഫ്രൈ ആയി വന്നാൽ എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ടൊരു ബൗളിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് കായപ്പൊടിയും ഒരല്പം ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത സ്നാക്സ് ഇല്ലേ, അതിൽ നിന്നും കുറച്ചൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്ത മുളക് പൊടിയുടെ മിക്സ് ഇല്ലേ, അത് ഈ സ്നാക്സിലേക്ക് ഇട്ട് കൊടുക്കുക. ഒപ്പം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ മുളക് പൊടി ഈ സ്നാക്സിൽ നല്ലതുപോലെ പിടിക്കുന്ന രീതിയിൽ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല സ്പൈസി ആയിട്ടുള്ള സ്നാക്സ് റെഡിയായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എരിവൊക്കെയുള്ള സ്നാക്സാണ് ഇഷ്ടമുള്ളത് വെച്ചാൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ സ്പൈസി ആയിട്ടല്ല കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ളതാണ് വേണ്ടതെങ്കിൽ ഒരു സോസ് പാനിലേക്ക് ഒരു 3 അച്ച് ശർക്കര ചേർത്ത് കൊടുക്കുക. ഈ ശർക്കര പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ശർക്കരയിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ശർക്കര നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കുക. ഇപ്പോൾ ഈ ശർക്കര നല്ലതുപോലെ ഒന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ടൊരു കടായിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുക. ഈ നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഈ ഇഞ്ചിയുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറി വന്നാൽ നമ്മൾ മെൽറ്റ് ചെയ്തെടുത്ത ശർക്കര പാനി ഇല്ലേ, അത് അരിച്ചിട്ട് ഇതുപോലെ ഈ കടായിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ശർക്കരയിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടാകും, അപ്പോൾ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതുപോലെ അരിച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ശർക്കരപ്പാനി ഒരു നൂൽ പരുവം ആവുന്നത് വരെ വറ്റിച്ചെടുക്കുക. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. എന്നാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഒരു നൂൽ പരുവത്തിലായി കിട്ടും. കണ്ടോ, ഇതിപ്പോൾ ഒരു നൂൽ പരുവമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ സ്നാക്സ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത സ്നാക്സ് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ ശർക്കരപ്പാനി ഈ സ്നാക്സിൽ നല്ലതുപോലെ കോട്ടായി കിട്ടണം. ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടും. ഞാനിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ഏലക്കയും പഞ്ചസാരയും കൂടി കൂട്ടി പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഈ ഇളക്കി കൊടുക്കുന്ന ടൈമിൽ തന്നെ ഈ ശർക്കരപ്പാനി ഈ സ്നാക്സിൽ നല്ലതുപോലെ പിടിച്ചിട്ട് ഡ്രൈ ആയി കിട്ടും. ഇത് ഡ്രൈ ആയി വരാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഡ്രൈ ആയി കിട്ടും. കണ്ടോ, ഇപ്പോൾ ഈ ശർക്കരപ്പാനി ഈ സ്നാക്സിൽ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷവും ഒരു 2-3 മിനിറ്റ് നേരം ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കണ്ടോ, ശർക്കരപ്പാനി ഈ സ്നാക്സിൽ നല്ലതുപോലെ പിടിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്.
നമ്മൾ പച്ചക്കായ കൊണ്ട് ശർക്കര വരട്ടി ഉണ്ടാക്കിയെടുക്കൂലേ, അതുപോലെ തന്നെയാണ് കേട്ടോ ഇത് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് ചൂടാറി വന്നതിന് ശേഷം എയർ ടൈറ്റുള്ള ഗ്ലാസിൻ്റെ ജാറുകളിലാക്കിയിട്ട് മാസങ്ങളോളം സൂക്ഷിച്ച് വെച്ചാലും ഇതിൻ്റെ ക്രിസ്പ്നെസ് ഒന്നും നഷ്ടപ്പെടാതെ ഇരിക്കും. ഇപ്പം ചക്കയുടെ സീസണാണല്ലോ, അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഒരുപാട് ചക്കയൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചക്കയൊന്നും കളയാതെ പച്ചച്ചക്ക കൊണ്ട് ഇതുപോലെ സ്നാക്സ് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. വരിക്കച്ചക്ക കൊണ്ടും പഴച്ചക്ക കൊണ്ടൊക്കെ ഈ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പച്ചച്ചക്ക കൊണ്ടും പഴുത്ത ചക്ക കൊണ്ടുമുള്ള ഒരുപാട് സ്നാക്സ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിയിട്ട് അതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്